ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴത്തിൻ്റെ ഉത്ഥാന വിചിന്തനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഒന്നാമത്തെ വായന യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ഇത് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ പ്രവചനഗീതമാണ്. യെശയ്യാ പ്രവാചകൻ ദർശിച്ച ആ സുവർണ പ്രഭ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ലോകം അന്ധകാരത്താൽ മൂടപ്പെട്ടപ്പോൾ, ജനതകൾ ഇരുട്ടിൽ ഉഴറിയപ്പോൾ, സിയോനിൻ്റെ മേൽ കർത്താവിൻ്റെ മഹത്വം ഉദിച്ചുയർന്നു. ഈശോയുടെ ഉയർപ്പ് കേവലം ഒരു ചരിത്രമല്ല, മറിച്ച് മാനവരാശിയുടെ മേൽ പതിച്ച ദൈവിക തേജസ്സാണ്. സകല ജനതകളും ആ പ്രകാശത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉയർപ്പു തിരുനാൾ. ദൈവം ശൂന്യതയിൽ നിന്നും പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയതുപോലെ മരണത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് ഈശോയെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം വീണ്ടും ഒരു പുതിയ സൃഷ്ടി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈശോയുടെ ഉയർപ്പ് കേവലം ഒരു വ്യക്തിയുടെ തിരിച്ചുവരവല്ല, മറിച്ച് പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് ആനയിക്കപ്പെടുന്നതിൻ്റെ ആരംഭമാണ്. മരുഭൂമിയിലൂടെ നടന്നു വന്ന ഇസ്രായേൽ ജനത വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചതുപോലെ മരണത്തിൻ്റെ മരുഭൂമിയിൽ നിന്നും പുതിയ ഇസ്രായേൽ ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നു. ഇന്നത്തെ രണ്ടാമത്തെ വായനയായ സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ ഹന്നായുടെ സ്തോത്രഗീതമാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഉയർപ്പിൻ്റെ ആത്മവിശ്വാസമാണ് ഈ സ്തോത്രഗീതത്തിൽ പ്രകീർത്തിക്കപ്പെടുന്നത്. മരണത്തേക്കാൾ ശക്തമായി ഒന്നുമില്ലെന്ന് കരുതിയ ലോകത്തിനു മുൻപിൽ താഴ്ത്തപ്പെട്ടവനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരം നാം കാണുകയാണ്. വന്ധ്യയായവൾക്ക് മക്കളുണ്ടാകുന്നതുപോലെ ശൂന്യമായ കല്ലറയിൽ നിന്നും പുതുജീവൻ മുളപൊട്ടുന്നു. ലോകത്തിൻ്റെ യുക്തിയെ തോൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് ഈശോയുടെ ഉത്ഥാനം. വന്ധ്യതയുടെ ശൂന്യതയിൽ നിന്നും ജീവിതം നൽകുന്ന ദൈവം ഇവിടെ മരണത്തിൻ്റെ ശൂന്യതയിൽ നിന്ന് ജീവൻ്റെ പൂർണ്ണതയെ നൽകുന്നു. അധികാരത്തിൻ്റെയും ശക്തിയുടെയും അഹങ്കാരത്തെ തകർത്ത് താഴ്മ എന്ന ആയുധം കൊണ്ട് ദൈവം ഇവിടെ ദൈവരാജ്യം സ്ഥാപിക്കുകയാണ്. കല്ലറ അടച്ചുവെച്ച ശക്തികൾക്ക് മുൻപിൽ ദൈവത്തിൻ്റെ നിശബ്ദത ഒരു വലിയ വിപ്ലവമായിരുന്നു. ആ വിപ്ലവത്തിൻ്റെ തുടർച്ചയാണ് ഉത്ഥാനം. ഇന്നത്തെ 3-ാമത്തെ വായനയിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിൽ ദൈവത്തിൻ്റെ ദാനം മിശിഹായിലൂടെയുള്ള നിത്യജീവനാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. പഴയ മനുഷ്യനെ കുരിശിൽ തറച്ച് പാപത്തിൻ്റെ ദാസ്യവേലയിൽ നിന്നും മുക്തരായി നീതിയുടെ ദാസന്മാരായി നാം ഉയർത്തെഴുന്നേൽക്കുന്നു. ഈശോ ഉയർത്തെങ്കിൽ നാമും അവനോടൊപ്പം പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആദാമിൻ്റെ അനുസരണക്കേടിലൂടെ മരണത്തിന് സിംഹാസനം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുസരണത്തിലൂടെ മരണത്തിന് ആ സിംഹാസനം നഷ്ടപ്പെടുന്നു. ഉയർപ്പിലൂടെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കുചേരുന്നു. തന്മൂലം പാപത്തിൻ്റെ ദാസ്യപ്പണി എന്നേക്കുമായി അവസാനിക്കുന്നു. നാം ഇപ്പോൾ പാപത്തിൻ്റെ അടിമകളല്ല, മറിച്ച് നിത്യജീവൻ്റെ അവകാശികളാണ്. മരണത്തിന് ഇനിമേൽ നമ്മുടെ മേൽ അവകാശമില്ല. വിശുദ്ധ മത്തായി വിവരിക്കുന്ന ഉത്ഥാന വിവരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. മനുഷ്യൻ ഉരുട്ടിവെച്ച നിരാശയുടെ കരിങ്കല്ലുകളെ ദൈവദൂതൻ നീക്കി. അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന ദൂതവാക്യം ഭയത്തിൻ്റെ ഇരുളകറ്റുന്നു. ക്രൂശിക്കപ്പെട്ടവനെ തേടുന്നവർക്ക് ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രത്യാശയാണ് ലഭിക്കുന്നത്. മരണത്തിൻ്റെ കല്ലറയ്ക്ക് ജീവൻ്റെ നാഥനെ തളച്ചിടാനാവുകയില്ല എന്ന സത്യം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. മനുഷ്യൻ വെച്ച മുദ്രയ്ക്കും കാവൽക്കാർക്കും ദൈവത്തിൻ്റെ പദ്ധതിയെ തടയാനായില്ല. കല്ലുരുട്ടി മാറ്റിയത് ഈശോയ്ക്ക് പുറത്തു വരാൻ വേണ്ടിയല്ല, മറിച്ച് ആ ശൂന്യതയുടെ വെളിപാടുകളിലേക്ക് മനുഷ്യൻ്റെ കണ്ണുകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. പാപത്തിൻ്റെ കരിങ്കല്ല് നീക്കം ചെയ്തുകൊണ്ട് മരണത്തിൻ്റെ കരിമ്പടം വകഞ്ഞു മാറ്റി ദൈവത്തിൻ്റെ പുത്രൻ ഇതാ പ്രകാശമായി ഉദയം ചെയ്യുന്നു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. സാബത്തിനു ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കാൻ വന്നു. മഗ്ദലന മറിയവും സംഘവും ശവകുടീരത്തിലേക്ക് നടത്തുന്ന ആ യാത്ര വെറുമൊരു സന്ദർശനമല്ല, അത് പഴയ നിയമത്തിൻ്റെ നിഴൽ രൂപങ്ങളിൽ നിന്നും പുതിയ നിയമത്തിൻ്റെ പ്രകാശത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ നിമിഷമാണ്. പറുദീസായിൽ ആദ്യത്തെ സ്ത്രീ കാണിച്ച അനുസരണക്കേടിനുള്ള പരിഹാരമായിട്ടാണ് മഗ്ദലന മറിയത്തിൻ്റെ അതിരാവിലെയുള്ള അന്വേഷണത്തെ കാണുന്നത്. ഹൗവ വിലക്കപ്പെട്ട കനി അന്വേഷിച്ചു പോയി, മറിയം സ്നേഹനിധിയായ ദൈവത്തെ അന്വേഷിച്ചു പോയി. ഹൗവ ആദാമിന് മരണത്തിൻ്റെ കനി നൽകി, മറിയം ശിഷ്യന്മാർക്ക് ഉത്ഥാനത്തിൻ്റെ മംഗളവാർത്ത നൽകി. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയുണ്ട്. ദൈവം പാപത്തേക്കാൾ അധികമായി കൃപയെ സ്നേഹിക്കുന്നു.
എവിടെയാണോ വീഴ്ച സംഭവിച്ചത് അവിടെ തന്നെയാണ് ദൈവം ഉയർച്ചയും ഒരുക്കുന്നത്. സ്ത്രീയെ താഴ്ത്തിക്കെട്ടാനല്ല, മറിച്ച് മനുഷ്യകുലത്തിൻ്റെ വീഴ്ചയിൽ വലിയ പങ്കുവഹിച്ച സ്ത്രീക്ക് അവൾക്ക് തന്നെ രക്ഷയുടെ ആദ്യ സാക്ഷിയാകാൻ അവസരം നൽകിക്കൊണ്ട് സ്ത്രീത്വത്തെ ദൈവം മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ. വിശുദ്ധ തോമസ് അക്വീനാസ് മഗ്ദലന മറിയത്തെ വിശേഷിപ്പിച്ചത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്നാണ്. ഒരു സ്ത്രീ വഴി പാപം പ്രവേശിച്ചെടുത്ത് ഒരു സ്ത്രീയിലൂടെ തന്നെ ദൈവത്തിൻ്റെ കൃപയുടെയും രക്ഷയുടെയും ആദ്യ അറിയിപ്പ് ഉണ്ടാകണമെന്ന് ദൈവത്തിൻ്റെ മനോഹരമായ ഒരു കാവ്യനീതിയാണ്. ഹൗവ സാത്താൻ്റെ വാക്ക് വിശ്വസിച്ച് മരണം വരിച്ചപ്പോൾ മറിയം സ്വർഗീയ ദൂതൻ്റെ വാക്ക് വിശ്വസിച്ച് നിത്യജീവൻ്റെ സന്ദേശം സ്വീകരിച്ചു. പറുദീസായിലെ തോൽവിക്ക് കല്ലറയ്ക്കൽ വെച്ച് ദൈവം വിജയം നൽകി. ഹൗവായിലൂടെ നഷ്ടപ്പെട്ട പറുദീസ ഉത്തിതനായ ക്രിസ്തുവിലൂടെയും ആ സന്ദേശം ആദ്യം ഏറ്റുവാങ്ങിയ സ്ത്രീകളിലൂടെയും മനുഷ്യകുലത്തിന് തിരികെ ലഭിച്ചു. ഈ ലോകത്തിൽ ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ലെന്നും വീഴ്ചകളിൽ നിന്നും വലിയ ദൗത്യങ്ങളിലേക്ക് ദൈവം നമ്മെ വിളിച്ചു ഇറക്കുന്നുവെന്നുമുള്ള വലിയൊരു സത്യമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഈ ഉത്ഥാന തിരുനാൾ നമ്മുടെ വീഴ്ചയുടെ ഇടങ്ങളിൽ നിന്നും അന്വേഷണം ആരംഭിച്ച് ഉത്തിതൻ്റെ അടുത്തെത്താനുള്ള അവസരമാണ്. അപ്പോൾ വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. സുവിശേഷത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെയും അധികാരത്തിൻ്റെയും അവസാന വാക്കാണ് കല്ലറയെന്നും അത് അടച്ചു വയ്ക്കാൻ മനുഷ്യൻ നിർമ്മിച്ച ഭിത്തികളും കല്ലുകളും ദൈവഹിതത്തിനു മുൻപിൽ എത്ര നിസ്സാരമാണെന്നും ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ സകല കഴിവും ബലവും ഉപയോഗിച്ച് അടച്ചു വെച്ചതായിരുന്ന കല്ലറ. വലിയൊരു കല്ല്, കാവൽക്കാർ, ഔദ്യോഗികമായിട്ടുള്ള മുദ്രകൾ, ഇതെല്ലാം അധികാരികളുടെയും നിയമത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. സത്യത്തെ മറച്ചു പിടിക്കാൻ, അത് മരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാൻ മനുഷ്യൻ തൻ്റെ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പുറത്തെടുത്തു. സകല നിയമങ്ങളും കാവലുകളും ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയേക്കാൾ വലുതല്ല തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ല. അവിടെയാണ് ദൈവം ഇടപെട്ടത്. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഒരു ഭൂകമ്പമുണ്ടായി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു. അത് ഭൂമിയുടെ ചലനം മാത്രമായിരുന്നില്ല, അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനം ഇളകിയതായിരുന്നു. അധികാരത്തിൻ്റെ കോട്ടകൾ തകരാൻ ദൈവത്തിന് ആയുധങ്ങളോ വലിയ യുദ്ധങ്ങളോ ഒന്നും ആവശ്യമില്ല. അവിടുത്തെ ഒരു സാന്നിധ്യം മാത്രം മതി. അതൊരു ഭൂകമ്പമായിട്ട് മാറി. ഈ തിരുവചനങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ഇതാണ്: ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. തകർക്കപ്പെട്ട മനുഷ്യൻ്റെ അഹങ്കാരത്തെ ഒരു ചവിട്ടുപടിയാക്കി ദൈവദൂതൻ അതിന്മേൽ പ്രൗഢിയോടുകൂടെ ഉപവിഷ്ടനായി. മനുഷ്യൻ ദൈവത്തെ മറച്ചു പിടിക്കാൻ ഉപയോഗിച്ച കല്ല് ദൈവം തൻ്റെ മഹത്വം പ്രഘോഷിക്കാനുള്ള ഇരിപ്പിടമാക്കി മാറ്റി. അഹങ്കാരത്തിൻ്റെ കല്ല് ഇനി കവാടമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വിജയസ്തംഭമാണ്. മനുഷ്യൻ്റെ തോൽവിയുടെ കല്ലിൽ ദൈവം വിജയത്തിൻ്റെ സിംഹാസനം ഒരുക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ഓരോ കല്ലുകൾ ഉരുട്ടി വയ്ക്കാറുണ്ട്. അസൂയയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെതുമൊക്കെയായ കല്ലുകൾ. ഞാൻ മാത്രം മതി, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അഹങ്കാരത്തിൻ്റെ കല്ലുകൾ. എൻ്റെ കഴിവുകൊണ്ട് എല്ലാം സാധിക്കുമെന്ന അമിത വിശ്വാസത്തിൻ്റെ കല്ലുകൾ. എന്നാൽ ഓർക്കുക, നാം കെട്ടിപ്പടുക്കുന്ന ഈ വലിയ പ്രതിരോധങ്ങളെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സാരങ്ങളാണ്. നമ്മൾ ഭയന്നു മാറ്റിവെച്ച കല്ലുകളെ ദൈവം തൻ്റെ വിജയത്തിൻ്റെ ഇരിപ്പിടങ്ങളാക്കി മാറ്റും. അഹങ്കാരത്തിൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റി അവിടുന്ന് നമ്മുടെ ഉള്ളിലെ ശൂന്യമായ കല്ലറകളിലേക്ക് ജീവൻ്റെ പ്രകാശം നിറയ്ക്കുന്ന ദിവസമാണ് ഉത്ഥാന തിരുനാൾ. ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസ്സത്ത എന്നത് സ്വന്തം കരുത്തിനേക്കാൾ ദൈവത്തിൻ്റെ ഇടപെടലിൽ വിശ്വാസമർപ്പിക്കലാണ്. മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ കല്ല് ദൈവത്തിൻ്റെ കാൽക്കൽ അമരുമ്പോൾ മാത്രമേ യഥാർത്ഥ ഉത്ഥാനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. ആ കല്ലിന് മുകളിൽ ഇരിക്കുന്ന ദൈവദൂതൻ നമ്മോട് ഇന്നും പറയുന്നുണ്ട്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും നീക്കി നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ കരുണയിൽ നമുക്കും വിശ്വസിക്കാം. തുടർന്നുള്ള വചനങ്ങളിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ടു, മരിച്ചവരെ പോലെയായി. മനുഷ്യൻ്റെ അഹങ്കാരത്തിനും അധികാരത്തിനും ദൈവസന്നിധിയിൽ എത്രമാത്രം ആയുസ്സുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ആ കല്ലറയ്ക്കൽ നടന്നത്. മരിച്ചവന് കാവൽ നിൽക്കാൻ വന്നവർ മരിച്ചവരെ പോലെയായെന്ന് അതൊരു വലിയ വൈരുദ്ധ്യമാണ്, അർത്ഥവത്തായ സത്യവുമാണ്. ഈ വരികളിൽ വിരിയുന്നത് മനുഷ്യൻ്റെ സകല പ്രതാപത്തിൻ്റെയും അന്തിമ പരാജയമാണ്.
ലോകത്തിൻ്റെ നിയമം സംരക്ഷിക്കാൻ, മരണത്തെ തടയാൻ, സത്യത്തെ ബന്ധിക്കാൻ കല്ലറയ്ക്കൽ കാവൽ നിന്നവർ. എന്നാൽ ഉത്തിതൻ്റെ ഒരു ചലനം മാത്രം മതിയായിരുന്നു അവരുടെ അഹങ്കാരത്തെ തകർക്കാൻ. ചങ്ങലകൾ കുലുക്കി, വാളുകൾ പിടിച്ച് അധികാരത്തിൻ്റെ ആയുധങ്ങളുമായി നിന്നവർ. അവർക്ക് നേരെ വന്നത് മരണമല്ല, ജീവൻ്റെ തിളക്കമാണ്. ആ തിളക്കത്തിന് മുന്നിൽ നിൽക്കാനാവാതെ അവർ വിറച്ചു. ചലിക്കുന്നവരായിട്ടും അവർ ശവത്തെപ്പോലെ നിശ്ചലരായി. മനുഷ്യൻ പടുത്തുയർത്തിയ അധികാരത്തിൻ്റെ ഉറപ്പുകൾ, അവൻ തീർത്ത അഹങ്കാരത്തിൻ്റെ മുദ്രകൾ എല്ലാം ആ നിമിഷം അസ്തമനത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയി. ഇത് മനുഷ്യൻ്റെ പരിമിതിയുടെയും ദൈവത്തിൻ്റെ അനന്തതയുടെയും നേർചിത്രമാണ്. അതുകൊണ്ട് ഇരുളടഞ്ഞ കല്ലറകൾ നോക്കി വിലപിക്കാതെ പ്രത്യാശയുടെ പ്രഭാതത്തിലേക്ക് നമുക്ക് കണ്ണു തുറക്കാം. അഹങ്കാരത്തിൻ്റെ കല്ലുകൾ ഉരുട്ടി മാറ്റി സ്നേഹത്തിൻ്റെ സിംഹാസനം തീർക്കുന്ന ഉത്തിതൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം. അങ്ങനെ ഈ ഉത്ഥാന തിരുനാൾ നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാകട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം ശക്തിപ്പെടുന്ന ഏറ്റവും കരുത്തുറ്റ ഒരു നിമിഷവുമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.